ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ സ്പേസ്. ഇന്നത്തെ വീഡിയോ റീഗൻസ്ബർഗിലെ കാഴ്ചകളാണ്. യൂറോപ്പിലെ എല്ലാ സ്ഥലത്തും വിൻ്ററിൽ ഒരേ വൈബാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഓരോ സ്ഥലവും അതിൻ്റേതായ പ്രത്യേകതകളും ഉണ്ട്. റീഗൻസ്ബർഗ് ആണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പഴയ മെഡീവൽ കാലഘട്ടത്തിലെ പഴമയും പാരമ്പര്യവും എല്ലാം അവർ നിലനിർത്തി കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് അവരുടെ മിക്കവാറും ബിൽഡിങ്സിലൊക്കെ കാണാൻ പറ്റും. റീഗൻസ്ബർഗിലെ പ്രധാനപ്പെട്ട 2 ടൂറിസ്റ്റ് അട്രാക്ഷൻസ്, ഒന്ന് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചും പിന്നൊന്ന് ഓൾഡ് സ്റ്റോൺ ബ്രിഡ്ജുമാണ്. ഇത് രണ്ടും ഗോതിക് ആർക്കിടെക്ചറാണ് ഫോളോ ചെയ്യുന്നത്. അത് അന്നത്തെ ആ പഴമ തന്നെ അവരിപ്പോഴും നിർത്തി കൊണ്ടുപോരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മ്യൂണിക്കിൽ നിന്ന് ട്രെയിനിൽ റീഗൻസ്ബർഗിലെത്തി ചെക്ക് ഇൻ ചെയ്തെല്ലാം കാണിച്ചിരുന്നു. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണിത്. ഞങ്ങളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. സാധാരണ യൂറോപ്യൻ ഹോട്ടൽസിലുള്ള പോലെ തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രെഡ്, കോൺഫ്ലെക്സ്, പിന്നെ കുറേ ഫ്രൂട്ട്സ്, പിന്നെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട്. സ്വീറ്റ്സും കേക്ക് അങ്ങനത്തെ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഏതെങ്കിലും ഒരു 3-4 ഐറ്റംസ് എല്ലാം എടുക്കും. പിന്നെ കൂടെ സ്ക്രാമ്പിൾഡ് എഗ് അല്ലെങ്കിൽ ബോയിൽഡ് എഗ് എടുക്കും. പിന്നെ ഒരു കോഫി കുടിക്കും. ഇതാണ് മെയിൻലി ബ്രേക്ക്ഫാസ്റ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് റെഡി ആയിട്ട് പോകണം. അപ്പോൾ ഇന്ന് ഓൾഡ് ടൗൺ കാണാനാണ് പോണത്. അത് ഈ ഹോട്ടലിൽ നിന്ന് ശരിക്കും ടാക്സിക്ക് പോവുകയാണെങ്കിൽ 5 മിനിറ്റ് അത്രയും ദൂരമേ ഉള്ളൂ. ഇവിടെ ഇതാ പല ടൈപ്പുള്ള ഫ്രൂട്ട് ജാംസും ഡ്രൈഡ് ഫ്രൂട്ട്സ്, പിന്നെ ഫ്രൂട്ട് പേസ്റ്റ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സാധാ പഴം, ആപ്പിൾ അങ്ങനത്തെ എല്ലാം വെച്ചിട്ടുണ്ടാവും. അപ്പം ഞങ്ങളിതാ കുറച്ച് വാഫിൾസ്, പാൻ കേക്ക് അങ്ങനത്തെ എല്ലാം എടുത്തു. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റെഡി ആവാനായിട്ട്. ഇങ്ങനത്തെ ഹോട്ടൽസിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പാൻ കേക്ക്, വാഫിൾസ്, പിന്നെ കുറച്ച് ബേക്ക്ഡ് ഐറ്റംസ് എടുക്കും. പിന്നെ സോസേജ്. ഇതൊന്നും വീട്ടിൽ കിട്ടാത്ത സാധനങ്ങളാണല്ലോ, അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കോഫി എടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ വരും, കാരണം കുറേ ഐറ്റംസ് ഉണ്ടാവും അവിടെ. പക്ഷേ ഞങ്ങൾ കൂടുതലും എടുക്കുന്നത് ഒന്നുകിൽ ലാറ്റെ അല്ലെങ്കിൽ ക്യാpuchino, അതായത് മിൽക്കുള്ള കോഫീസാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഈ വിത്തൗട്ട് മിൽക്കായിട്ടുള്ള ടൈപ്പ് കോഫീസാണ് എസ്പ്രസ്സോ, അമേരിക്കാനോ, അതെല്ലാം. അതൊക്കെ പക്ഷേ നമുക്ക് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. യൂറോപ്യൻസ് രാവിലെ അതൊക്കെ എടുത്ത് കുടിക്കുന്ന കാണാം. നമുക്ക് പക്ഷേ അതൊക്കെ ഒരു കയ്പ്പ് ഫീലാണ് ചെയ്യുന്നത്. അവരാണെങ്കിൽ അതിനകത്തൊന്നും ഷുഗറൊന്നും ഇടുകയില്ല. നമ്മൾ മിൽക്കുള്ള കോഫി ആണെങ്കിൽ പോലും ഷുഗറൊക്കെ ഇട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അവർക്ക് മേ ബി അത് കുറച്ചുകൂടെ ഹെൽത്തി ഓപ്ഷൻ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ ടാക്സി വന്നിട്ടുണ്ട്. ഞങ്ങളിതേ റെഡിയായി പുറത്തോട്ട് ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ. അപ്പം ഞങ്ങൾ ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ ഇന്ന് ചെയ്യാനായിട്ടുള്ളത്, ഞങ്ങളൊന്ന് ഓൺലൈൻ കയറി സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് കാത്തീഡ്രൽ വിസിറ്റും സ്റ്റോൺ ബ്രിഡ്ജ് വിസിറ്റും എല്ലാമായിട്ട് ഡിഫറെൻറ്റ് ടൂർ പാക്കേജസ് ആയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് തന്നെ നടന്ന് കാണാവുന്നതും പിന്നെ അല്ലാതെ വാക്കിംഗ് ടൂർ പാക്കേജസും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഡോം പ്ലാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റി സെൻറ്റർ പോലെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ സെൻറ്റ് പീറ്റേഴ്സ് ഡോം ഉണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെയായിട്ട് നമുക്ക് ഈ ഒരു ലിറ്റിൽ ട്രെയിൻ ടൂർ എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രെയിനിൽ കയറ്റിയിട്ട്, നല്ല ഭംഗിയുള്ളൊരു ട്രെയിനാണ്. ആ ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സിറ്റിയിൽ അവർ കറങ്ങിയിട്ട് വരും. അപ്പോൾ 45 മിനിറ്റ്സ് ഉള്ള ഒരു ടൂറാണത്. അപ്പം നടക്കുകയും വേണ്ട, പിന്നെ നമുക്ക് ട്രെയിനിനകത്തിരിക്കുകയും ചെയ്യാം. അപ്പം തണുപ്പിൻ്റെ ശല്യവും ഇല്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് നമ്മൾ ആ ട്രെയിൻ ടൂർ എടുത്തത്. അപ്പോൾ നമുക്ക് പോയി ട്രെയിനിൽ കയറാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സിറ്റി കണ്ടിട്ട് പിന്നെ വേണം നമുക്കൊന്ന് നടന്ന് അവിടെയൊക്കെ കാണാനായിട്ട്. ആ ലിറ്റിൽ ട്രെയിൻ ടൂറിൽ ഞങ്ങൾ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് 4-5 ബോഗിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് 2 ബോഗിയിലാണ് ഇംഗ്ലീഷ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓഡിയോ അവൈലബിൾ ആണ്. അതിനകത്തുനിന്ന് നമുക്ക് ഓരോ സീറ്റിലും അവർ ഓഡിയോ കണക്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിന്ന് ട്രെയിൻ ടൂർ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഡോം പ്ലാറ്റ്സിലെത്തി. ഇവിടെ നിന്നാലും നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ് ഡോം കാണാം. ഇവിടെ കുറേ കൺസ്ട്രക്ഷനൊക്കെ നടക്കുവാണ്. എന്നാലും ഞങ്ങൾക്ക് ചർച്ചിനകത്ത് കയറി കാണാൻ പറ്റി. അത് ഞാൻ പിന്നെ വീഡിയോയിൽ ഇടാം. അപ്പോൾ ട്രെയിൻ വരാൻ ഇനിയും ടൈമുണ്ട്. ട്രെയിൻ ഒരു സെറ്റ് പോയേക്കുവാണ്. അത് തിരിച്ച് വരുമ്പം നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടു. നമ്മൾ വാങ്ങാനുള്ള സാധനങ്ങളെല്ലാം ഒന്ന് നോക്കിയൊക്കെ വെച്ചു. കൂടുതലും ക്രിസ്മസ് ഐറ്റംസ് ആണ്. അപ്പോൾ ക്രിസ്മസ് കാർഡും ക്രിസ്മസ് ഡെക്കറേഷൻസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട്. കൂടെ ഇതുപോലത്തെ സുവനീസും കുറേ ഉണ്ട്. അപ്പോൾ ട്രെയിൻ വരാൻ ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇതാണ് നമ്മുടെ ട്രെയിൻ. നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ ഈ ട്രെയിനിൽ ഞങ്ങളോട് ഡ്രൈവർ പറഞ്ഞു ആ ഫസ്റ്റ് ബോഗിയിലാണ് ഇംഗ്ലീഷ് അവൈലബിൾ. അപ്പോൾ അതിനകത്ത് കയറിക്കോളാൻ പറഞ്ഞു. 8-10 ലാംഗ്വേജസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇംഗ്ലീഷ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഫസ്റ്റ് ബോഗിയിലാണ്. ബാക്കി എല്ലാത്തിലും ജർമ്മൻ, ഇറ്റാലിയൻ, സ്പാനിഷ് അങ്ങനെ കുറേ ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ ട്രെയിനിനകത്ത് കയറി. അപ്പം നമുക്ക് ട്രെയിനിലിരുന്ന് ഒന്ന് ടൗൺ കണ്ടിട്ട് വരാം. ഈ പോകുന്ന വഴിക്കുള്ള ഓരോ ബിൽഡിങ്സ്, അതിൻ്റെ ആർക്കിടെക്ചർ, ഹിസ്റ്ററി അതെല്ലാം നമുക്ക് ഈ ഓഡിയോയിൽ കേൾക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡാന്യൂബ് റിവർ കാണാം. പിന്നെ ആ ഫേമസ് ആയിട്ടുള്ള ഓൾഡ് സ്റ്റോൺ ബ്രിഡ്ജ് കാണാം. പിന്നെ ഈ സ്ഥലങ്ങളിൽ കൂടെ തന്നെ നമുക്ക് തിരിച്ചും വരാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് 1-2 ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഉണ്ട്, അതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് പിന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നടന്ന് കാണാനായിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇപ്പോൾ ചെറിയ മഴയുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ എടുത്തത് എന്തുകൊണ്ട് നന്നായി. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും മഴ മാറിയിട്ട് നമുക്ക് നടന്ന് കാണാമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ടൗൺ ഒന്ന് കണ്ടിട്ട് വരാം. ട്രെയിനിൽ നിന്ന് ഇറങ്ങാറായി കുറച്ച് സമയത്തേക്ക് തെളിഞ്ഞ ആകാശമൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളോർത്ത് ഓക്കെ ഇറങ്ങുമ്പോഴത്തേക്കും മഴ കുറയും, അപ്പോൾ നമുക്ക് നടക്കാൻ സുഖമാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചെറിയ ചാറ്റമഴ ഉണ്ട് ഇപ്പോഴും.
പിന്നെ നല്ല തണുപ്പുമുണ്ട്. പക്ഷേ കാറ്റ് കുറവാണ്. കാറ്റ് കുറവാണെങ്കിൽ തണുപ്പ് പൊതുവേ നമുക്ക് അനുഭവപ്പെടുന്ന വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സമാധാനമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നടന്ന് കാണാനുള്ളതാണ്. അപ്പോൾ ഞാൻ സ്റ്റോൺ ബ്രിഡ്ജും ചർച്ചും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ഇടാം. ഇതിപ്പോൾ ഡോം പ്ലാറ്റ്സും അതിന് ചുറ്റുമുള്ള കുറച്ച് ഷോപ്സൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ് ഡോം കാണണം. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് റീഗൻസ്ബർഗിലെ കാഴ്ചകളും ഈ ലിറ്റിൽ ട്രെയിൻ ടൂറും ഈ വീഡിയോയും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് നിഷ സ്പേസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ വാക്കിംഗ് ടൂർ കാണാം കേട്ടോ.